അങ്ങനെ ഒരു മാസത്തെ ലീവിന് ശേഷം തിരിച്ചു പോവാണ് കേട്ടോ. നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഫ്ലൈറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈമിലാണ് നോക്കിയത്. ലാസ്റ്റ് ടൈമിലല്ല, ഒരു ഹാഫ് ഓഫ് ദ മന്ത് ആയപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഫുള്ള് കണക്ഷൻ ഫ്ലൈറ്റിന് വരാൻ നല്ല ഹൈ റേറ്റ് ആയിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇൻഡിഗോ കിട്ടി. അതും കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ്, പക്ഷേ കണക്ഷൻ അല്ലാണ്ട് ആ ഒരു റേറ്റിന് കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടോ. ബാക്ക് ടു ദുബായ്. അപ്പം ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പപ്സ് കാരണം എൻ്റെ ബാഗ് വീണ്ടും ചെക്ക് ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ പപ്സ് മാത്രം ഉള്ളായിരുന്നു, വേറൊന്നും ഇല്ലായിരുന്നു. എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു പപ്സ് കാരണം എൻ്റെ ബാഗ് വീണ്ടും ചെക്ക് ചെയ്തു. നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയി, ഞാൻ ഗേറ്റിൽ കയറി കേട്ടോ. എയർക്രാഫ്റ്റിലേക്ക് പോവാണ്, നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് കാണുന്നില്ലല്ലോ. 29F ആണ്, 29F കണ്ടുപിടിക്കണം. ഫ്ലൈറ്റൊക്കെ പുകച്ചു വിടുന്നുണ്ട്, എന്താണോ എന്തോ. ഫ്ലൈറ്റിൽ ഹോമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കേട്ടോ, ഹോമമൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് എടുത്തപ്പോൾ ഒരുപാട് സമയം എടുത്തു. 1:20 ഫ്ലൈറ്റ് ആയിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് പൊന്തിയപ്പം ഓൾമോസ്റ്റ് 2 മണിയായി. മഴ ആയതുകൊണ്ടൊന്നും കിട്ടണില്ലായിരുന്നു കേട്ടോ ഗൈസ്. എന്നാലും ഞാനങ്ങ് എടുത്ത്. ഫോണിൻ്റെ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ആവുന്നില്ലായിരുന്നു. ഫ്ലൈറ്റിലെ ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഭയങ്കര ശാന്തമായിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്നിരുന്ന് ഇതെന്താ പോവാത്ത. ഒന്നാമത് നൈറ്റ് ഫ്ലൈറ്റാണ്. ഒരു 1:30 എടുക്കേണ്ടത് 2 മണിയായി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നു. അവസാനം ഫ്ലൈറ്റ് എടുത്തു. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ ടേക്ക് ഓഫിൻ്റെ ടൈമിലുള്ള ഒരു പുഷ് ഉണ്ടല്ലോ, ഒരു ഫാസ്റ്റുള്ള, അതാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയപ്പം കിട്ടിയ ഒരു വ്യൂ ആണ്. അതും എനിക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല, കാര്യം മഴയായതുകൊണ്ട് അങ്ങോട്ടൊന്നും വീഡിയോ കിട്ടണില്ലായിരുന്നു കേട്ടോ. എന്നാലും മാക്സിമം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം എവിടെയെങ്കിലുമൊക്കെ ഫോക്കസൊക്കെ ആവുമ്പോൾ എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഞെട്ടിണീച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ദുബായ് എത്തി ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ കേട്ടോ. പക്ഷേ വേറെ ഏതോ രാജ്യമായിരുന്നു ഗൈസ്. ഇതിൻ്റെ സ്ഥലമൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഫൈനലി ഇപ്പോൾ കാണുന്നത് ദുബായിലെ വ്യൂ ആണ്. സോറി ഗൈസ്, ഷാർജയിലെ വ്യൂ ആണ്. നമ്മൾ ഷാർജയിലോട്ടാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പം നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യാറായപ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്കും പക്ഷേ ദുബായിലെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം, നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമ്മളേതൊരു നിധിശേഖരത്തിനകത്ത് കൂടിയൊക്കെ പറക്കണ പോലെ തോന്നും. അങ്ങനെ ഫൈനലി നമ്മുടെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ദുബായ് എയർപോർട്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഷാർജ എയർപോർട്ട് എളുപ്പമാണ്, കാരണം ഒരുപാട് നമുക്ക് ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് എല്ലാ പരിപാടികളും കഴിയും. അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റ് കിട്ടിയത് ഈ ലഗേജിലാണ്. ലഗേജ് വരാൻ ഒരുപാട് നേരം നമ്മൾ നോക്കിയിരുന്നു കേട്ടോ. ലാസ്റ്റാണ് ലഗേജ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ ചെക്കന്മാർ വന്നിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.